ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1% കമ്പനിയെ കുറിച്ചാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ഉൾപ്പെടുന്നതാണ് ഈ 1% കമ്പനി എന്ന് പറയുന്നത്. 1% കമ്പനി is a business structure in India that allows a single person to incorporate a company while enjoying the benefit of both a sole proprietorship and a company. ഒരു പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ അറ്റ്ലീസ്റ്റ് 2 members എങ്കിലും വേണം. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ 1% കമ്പനി. ഒരു സിംഗിൾ പേഴ്സണ് ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ഓണർ ഈസ് ദ ഓൺലി വൺ ലയബിൾ ഫോർ ദ കമ്പനീസ് ഡെപ്റ്റ് ആൻഡ് ലോസസ്. ഓണർ ആയിരിക്കും എന്ത് ഡെപ്റ്റും ലോസും വന്നിട്ടുണ്ടെങ്കിൽ ലയബിൾ ആവുക. ദിസ് മീൻസ് ദയർ പേഴ്സണൽ അസറ്റ്സ് ആർ സെപ്പറേറ്റ് ഫ്രം ദ കമ്പനീസ് ലയബിലിറ്റീസ്. ഓണറുടെ പേഴ്സണൽ അസറ്റും കമ്പനിയുടെ അസറ്റും രണ്ടാണ്. 1% കമ്പനി ഹാസ് മിനിമം കോസ്റ്റ് ഓഫ് സെറ്റപ്പ്. നോർമലി ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എക്സ്പെൻസ് കൂടുതലും ഫോർമാലിറ്റി കൂടുതലുമാണ്. ഇൻ കേസ് ഓഫ് 1% കമ്പനി മിനിമൽ സെറ്റപ്പ് കോസ്റ്റ് റിക്വയർഡ് ആൻഡ് ദ ഓണർ ഹാസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വിത്ത് ദ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്തൊക്കെ ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടുമോ അതൊക്കെ 1% കമ്പനിക്കും കിട്ടും. The concept of 1% company is newly introduced by Section 2 Clause 62 of Companies Act 2013 and it means a company which has only one person as a member. It can be formed as a private limited company. Companies Act 2013-ലാണ് 1% company എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. This introduction is to encourage small business and entrepreneurs to set up their own companies. ഒരു 1% കമ്പനി തുടങ്ങണമെങ്കിൽ certain documents ആവശ്യമുണ്ട്. പാൻ കാർഡ്, പാസ്പോർട്ട്, ID പ്രൂഫ്, റെസിഡൻഷ്യൽ പ്രൂഫ്, ഇതിൻ്റെ ഒക്കെ കോപ്പിയും a scanned copy of current bank statement, a phone bill and electricity or gas bill and a mobile bill, a digitally transcribed rental agreement in English, a digital transcription of landlord's no objection certificate, a scanned copy of the property or sale deeds in English. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ 1% കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് കൈൻഡ് ഓഫ് കമ്പനിയാണ് ഗവൺമെൻറ് കമ്പനീസ്. സെക്ഷൻ 2 ക്ലോസ് 45 ഓഫ് കമ്പനീസ് ആക്ട് ആണ് ഗവൺമെൻറ് കമ്പനിയെക്കുറിച്ച് പറയുന്നത്. A government company is one in which not less than 51% of the paid up share capital is held by the central government or by any state government or governments or partly by central government and partly by one or more state government and includes a company which is subsidiary of a government company. ഒരു ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് ആ കമ്പനിയുടെ 51% ഷെയറും ഹെൽഡ് ചെയ്തേക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ, അല്ലെങ്കിൽ പാർട്ട്ലി സെൻട്രൽ ഗവൺമെൻറ്റോ പാർട്ട്ലി സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആണെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയായിട്ട് അറിയപ്പെടും. ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു കേസാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ വർക്ക് കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയോ ആണ്. Government companies are much governed by the provision of the Companies Act as any other company. Section 395 empowers the central government to direct by notification in the official gazette that any of the provisions of the Act shall not apply to them or shall apply to them only with such exemptions, modification and adaptation as may be specified in the notification. The provisions of Section 394 of the Companies Act 2013 are mandatory and must be complied with by all government companies. Section 395ഉം 394ഉം ആണ് ഗവൺമെൻറ് കമ്പനീസിനെ റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റു പ്രൊവിഷൻസ്. ഒരു ഗവൺമെൻറ് കമ്പനിയിലെ ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആവും വിത്ത് ദ അഡ്വൈസ് ഓഫ് ദ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. Audit and annual report to be placed before the parliament and or state legislature. Government കമ്പനിയിലെ എംപ്ലോയീസ് ഒന്നും ഗവൺമെൻറ് സെർവൻ്റ് അല്ല. They have no legal right to claim that the government should pay their salary or that the additional expenditure. ഗവൺമെൻറ് കമ്പനിയിലെ എംപ്ലോയീസിന് പറയാൻ പറ്റില്ല ഗവൺമെൻറ് എൻ്റെ സാലറി അടച്ചോളും, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് എടുക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. It is the responsibility of the company to pay them the salaries. ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കേസിലാണ്
A.K. ബിന്ദാൽ vs യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു ഗവൺമെൻറ് കമ്പനി ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ആണ് ചെയ്തതെന്നും പറയാൻ പറ്റില്ല. എ ഗവൺമെൻറ് കമ്പനി ഈസ് നോട്ട് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. ഇത്രയുമാണ് ഗവൺമെൻറ് കമ്പനിയെ റിലേറ്റ് ചെയ്ത് വരുന്ന മെയിൻ പോയിന്റ്സ്. നെക്സ്റ്റ് കൈൻഡ് ഓഫ് കമ്പനിയാണ് ഫോറിൻ കമ്പനി. സെക്ഷൻ 2 Clause 42 of Companies Act deals with foreign company. Foreign company means any company or body corporate incorporated in India which has a place of business in India whereby itself or through an agent physically or through electronic mode and conducts any business activities in India in any other manner. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് ഇന്ത്യയുടെ പുറത്താണ്, പക്ഷേ അതിൻ്റെ കുറേ ബിസിനസ് ഇന്ത്യയിൽ നടക്കുന്നുണ്ട് ത്രൂ ആൻ ഏജൻറ്റ് ഓർ ഇറ്റ് സെൽഫ് ഓർ ബൈ ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അങ്ങനെ ഒരു ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയെ പറയുന്നതാണ് ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനീസ് ആർ ഓഫ് 2 classes, namely companies incorporated outside India which established a place of business in India and companies incorporated outside India which had established a place of business in India before that date and continue to have an established place of business in India. Section 379 to 393 of the Act deals with such companies. Section 380 to 392 of Companies Act 2013 contain various provisions which are applicable to the foreign companies. The foreign companies are bound to follow these provisions. If a foreign company fails to comply with these provisions, it will be liable to be sued in respect of any contract, dealing or transaction which it may have entered into with others. Section 380 of the Act lays down that every foreign company which establishes a place of business in India, പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനി അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലായിരിക്കാം. വിത്തിൻ 30 days of the establishment of such place of business, file with the registrar of companies for registration. അങ്ങനെ ഒരു കമ്പനി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 30 days രജിസ്ട്രാർ എടുത്ത് രജിസ്ട്രേഷൻ ഫയൽ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ സർട്ടൻ ഡോക്യുമെൻറ്റ്സ് ആവശ്യമാണ്. A certified copy of charter, statute or memorandum and articles of the company or any other instruments defining the constitution of the company, and if the instrument is not in English, translate it thereof. Full address of registered or principal office of the company, particulars of directors and secretary of the company, the name and addresses of the persons resident in India who are authorized to accept service of any notices, documents served on the company, the full address of the office of the company in India which is deemed to be its principal place of business in India, particulars of opening and closing of a place of business in India on earlier occasion or occasions, declaration that none of the directors of the company or the authorized representative in India has ever been convicted or debarred from formation of companies and management in India or abroad, and any other information as may be prescribed. ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് and it carries on business outside India and also the members of the company are non-citizen of India, it is not a foreign company. ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി പക്ഷെ അതിൻ്റെ ബിസിനസ് ഒക്കെ ഇന്ത്യയുടെ പുറത്താണ് നടക്കുന്നത്. അതുമാത്രമല്ല എംപ്ലോയീസ് ഒന്നും ഇന്ത്യൻ സിറ്റിസൺസ് അല്ല. ഇതും പറഞ്ഞ് അത് ഫോറിൻ കമ്പനി ആവുന്നില്ല. നെക്സ്റ്റ് ഒരു ഇലസ്ട്രേഷൻ ആണ്. ഒരു കമ്പനി ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തു ആൻഡ് ക്യാരീസ് ഓൺ ബിസിനസ് ഇൻ ഇന്ത്യ ആൻഡ് all the members are citizens of India, is a foreign company because both the elements, that is company being incorporated outside India and company carrying on its business in India, are present in this case. ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനിയും ഫോറിൻ കമ്പനിയാണ്. അതിലെ മെമ്പേഴ്സ് എല്ലാം ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ കൂടെയും അതൊരു ഫോറിൻ കമ്പനിയാണ്. മറ്റൊരു ഇല്ലസ്ട്രേഷനാണ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ക്യാരീസ് ഓൺ ഇറ്റ്സ് ബിസിനസ് ഇൻ USA while all its members are citizens of India is not a foreign company because both the elements required for a company to be a foreign company, that is incorporation outside India and carrying on business in India, are missing in the instant case. From this illustration it is evident that citizenship, whether Indian or otherwise, is of no consequence to decide
whether a company is a foreign company. Its essential attributes being that it should be incorporated outside India and it should carry on business in India. ഇതാണ് ഒരു ഫോറിൻ കമ്പനിയെക്കുറിച്ച് പറയാനുള്ളത്.